ഞാൻ ഈ ഡെന്റൽ ഹെൽത്തിന്റെ സീരീസ് തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് തന്നെയാണ്. ബിക്കോസ് ഐ ക്യാൻ ചെക്ക് ദെയർ പ്രൊഫൈൽ. ഞാൻ കമന്റ്സ് നോക്കുമ്പോഴത്തേനും ഞാൻ എൻ്റെ എല്ലാ സീരീസിലും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഓവറോൾ ആയിട്ടാണ്, ഐ മീൻ ജനറലൈസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളും ഒരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് ഇഷ്യൂസ് വരുന്ന ഡോക്ടേഴ്സ് കാരണം ഇഷ്യൂസ് വരുന്ന ഏതെങ്കിലുമൊക്കെ പേഷ്യൻസിനെ നിങ്ങളും കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഐ ആം നോട്ട് പോയിന്റിങ് ഔട്ട് ലൈക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഓവറോളിൽ ഞാൻ കുറ്റം പറയില്ല. ഇറ്റ്സ് ഹാപ്പൻസ്. ഈവൻ ഞാനും ഒരു പേഷ്യന്റിന്റെ ലെവലിൽ നിന്ന് ചിന്തിക്കണം. ഞാൻ മെഡിക്കൽ ഫീൽഡിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും നമ്മുടെ സ്വന്തം വീട്ടുകാർക്കോ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ വരുമ്പോഴായിരിക്കും ഇത് ഏറ്റവും വലുതായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് ഞാൻ ഈ ഒരു സീരീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചത് ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടിട്ടോ ഇല്ലെങ്കിൽ അത് ക്രിയേറ്ററായിട്ട് എനിക്കങ്ങ് എന്തൊക്കെ ആകണം എന്നുള്ളതിനേക്കാളുപരി എൻ്റെ പേഴ്സണൽ അനുഭവത്തിലൂടെയും അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഇപ്പോൾ എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ദേ ഓൾ ആർ സഫറിങ് ദീസ് ഓൾ കൈൻഡ് ഓഫ് തിങ്സ്. സോ ഞാൻ കരുതി യെസ് ഐ ഹാവ് ടു, എനിക്കറിയാമെങ്കിൽ എന്തുകൊണ്ടെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. സോ അതിന് അർത്ഥമാക്കുന്നില്ല, ഞാൻ ഒരിക്കലും ഒരു അർത്ഥമാക്കുന്നില്ല ദന്തൽ ക്ലിനിക്ക് എല്ലാം മോശമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ പോവും? ഡോക്ടേഴ്സിനെ നമ്മൾ കൺസൾട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബട്ട് അത് പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് പോയാൽ പിന്നെ ആര് നോക്കും? പോയാൽ പോയി. ഒരു സോറി പറഞ്ഞാലോ, ഒന്ന് തട്ട് കിട്ടി മരിച്ചു പോയിട്ടോ, അയ്യോ സോറി ആരാണ്ട് തട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആർക്ക് പോയി? സിമ്പിൾ. ചിന്തിക്കൂ.